SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച SDPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അമ്പലപ്പുഴ വളഞ്ഞവഴിയിൽ ഐക്യദാർഢ്യ സംഗമം നടത്തും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്യും. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് SDPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഐക്യദാർഢ്യ സംഗമം വെള്ളിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ ED അന്യായമായി അറസ്റ്റ് ചെയ്ത് പ്രതിഷേധിച്ചുകൊണ്ട് ദേശീയ വ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന 28 അതായത് നാളെ വളഞ്ഞവഴിയിൽ വെച്ചിട്ട് ഒരു ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ്. നാളെ 3 മണിക്ക് വളഞ്ഞവഴി വെച്ച് നടക്കുന്ന ഐക്യദാർഢ്യ സംഗമത്തിൽ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, മതരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുകയും ചെയ്യും. നമുക്കറിയാം, MK ഫൈസിയുടെ അന്യായമായിട്ടുള്ള അറസ്റ്റ് RSS നിയന്ത്രിത BJP സർക്കാർ പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം അറസ്റ്റുകൾ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ റഹീം ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അവർ പറഞ്ഞ കാര്യം 193 കേസുകൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ED രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 കേസുകളിൽ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. അതായത് വെറും 3-3.5% കേസുകളിൽ മാത്രം ഒരു ED എന്ന് പറയുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംവിധാനം അത് എടുത്ത കേസുകളിൽ 3% താഴെ കേസുകളിൽ മാത്രം ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. വൈകിട്ട് 3 മണിക്ക് അമ്പലപ്പുഴ വളഞ്ഞവഴിയിലാണ് ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിക്കുന്നത്. SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ, മത, സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് SDPI ജില്ലാ പ്രസിഡന്റ് K. റിയാസ് പറഞ്ഞു. MK ഫൈസിയെ അന്യായമായി അറസ്റ്റ് ചെയ്ത EDയുടെ നടപടി RSS നിയന്ത്രിത BJP സർക്കാരിന്റെ പ്രതിപക്ഷ വേട്ടയുടെ ഭാഗമാണെന്നും SDPI നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത 193 കേസുകളിൽ വെറും 2 കേസുകളിൽ മാത്രമാണ് ശിക്ഷിച്ചതെന്നും നേതാക്കൾ വ്യക്തമാക്കി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്ന പ്രവണതയ്ക്കെതിരെ ജനാധിപത്യ സമൂഹം പ്രതികരിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് K. റിയാസിനെ കൂടാതെ ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ പഴയങ്ങാടി, സെക്രട്ടറി അസ്ഹാബുൽ ഹക്ക്, ജില്ലാ മീഡിയ ഇൻചാർജ് സാഹില ഷാനവാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.